സബ്സ്ക്രൈബേഴ്സിനോട് ശരിക്കും. ഹലോ ഗൈസ്, നമ്മളിന്ന് ഡിമാർട്ടിൽ പോകുന്ന ഒരു ബ്ലോഗാണ് ചെയ്യുന്നത്. കുറേ നേരം ബസ് കാട്ടിൽ നിന്ന് ബസ് കിട്ടിയിട്ട് ഒരു ഷെയർ ഓട്ടോ എടുത്തിട്ട് നമ്മൾ ഡിമാർട്ടിലെത്തി. ഞങ്ങൾ വന്നിട്ട് ഉള്ളിലോട്ട് കയറി ബാഗെല്ലാം ലോക്ക് ചെയ്യാനുണ്ട്. അതൊക്കെ ലോക്ക് ചെയ്തിട്ട് ഉള്ളിലോട്ട് കയറി ഒരു വലിയൊരു കാർട്ട് എടുത്തിട്ടാണ് പോണേ. എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. അവർ ഒരു റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്യാണ് ചെന്നൈയിൽ. അപ്പോൾ അവിടത്തേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഞാനും കൂടെ ചുമ്മാ ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അവിടെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ഗ്രോസറി ഐറ്റംസ്, ക്രോക്കറി, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു. അവരവരുടേതായ സംഭവങ്ങളെല്ലാം തിരഞ്ഞു പിടിച്ച് ലിസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അന്വേഷിച്ച് എടുക്കാൻ തുടങ്ങി. ഞാൻ എൻ്റെതായ ഇഷ്ടമുള്ള സാധനങ്ങൾ, ക്ലിപ്സ്, ബുക്ക്, ആ സംഭവങ്ങളൊക്കെ കാണാൻ വേണ്ടി പോയി. അവിടെ ഒരുപാട് ക്യൂട്ടായിട്ടുള്ള സ്റ്റേഷനറി ഐറ്റംസ് ഉണ്ടായിരുന്നു. ബുക്സ്, ഇറേസർ, പെൻസ്, കാര്യങ്ങളെല്ലാം. നല്ല ക്യൂട്ട് ഇറേസേഴ്സ്, ക്ലിപ്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഒബ്സഷനായിട്ടുള്ള കുറേ കപ്സ് കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരുപാട് ബോട്ടിൽസ്, എഗെയിൻ സ്റ്റേഷനറി, പിന്നെ കുറേ ക്യൂട്ട് ബൗൾസ് ഉണ്ടായിരുന്നു. അതിലൊരു ബൗള് ഞാനെടുത്തു, ഈ ഒരു ബൗൾ ഞാനെടുത്തു. ഒരാൾ ബോട്ടിലും ബൗളൊക്കെ ഇവിടെ നിന്ന് വാങ്ങിയിട്ട് നാട്ടിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പോവാണ്. ഇതൊക്കെ ഫാൻസിയാണ്. ഓട്സ് തിന്നാനും മുട്ട പുഴുങ്ങി തിന്നാനും സബ്സ്ക്രൈബേഴ്സിനോട് ശരിക്കും. സബ്സ്ക്രൈബേഴ്സ് എനിക്ക് ഓട്സ് മുട്ട പുഴുങ്ങി തിന്നാൻ വേണ്ടിയിട്ടാണ് വോയിസ് ഓവർ ചെയ്യുന്നത്. എന്താണ് തരുന്നത്? അത്രയും 8 സ്പൂൺ വേണോ? നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ ആ കാർട്ടിൽ നിറച്ചിട്ടോ. എന്നിട്ട് നമ്മൾ ബില്ല് ചെയ്യാൻ വേണ്ടി പോവാണ്. ബില്ലിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇറങ്ങി. അപ്പോഴത്തേക്കും കുറച്ച് ഇരുട്ടൊക്കെ ആയി. അപ്പോൾ 2 പേര് സഞ്ചിയൊക്കെ തൂക്കിയിട്ട് പുറത്തോട്ട് ഇറങ്ങി. നമ്മൾ തൊട്ടടുത്തുള്ള ഒരു സ്റ്റോളിലോട്ട് കയറി. ഞാൻ ചായ ചോദിച്ചു, ചായ കിട്ടിയില്ല. അവരേത് ഗ്രീൻ ആപ്പിൾ ജ്യൂസ് മേടിച്ചു, കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബസ് സ്റ്റോപ്പിലോട്ട് നടന്നു, ബസ് കയറി. അപ്പം ഇത് ഷോപ്പിംഗ് വ്ലോഗ് അത്രേ ഉള്ളൂ. ഇനി അടുത്ത ചെന്നൈ വീഡിയോ ആയിട്ട് വരാം. ബൈ.